അപ്പോൾ വേണ്ട, ഞായറാഴ്ച ആയാലും നമ്മുടെ അവസ്ഥ ഇതാണേ. ഞായറാഴ്ച ആണെങ്കിലും നമുക്ക് റെസ്റ്റ് ഒന്നും ഇല്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ദിവസം റെസ്റ്റ് എടുത്താണല്ലോ നമ്മുടെ കൂട്ടത്തിലുള്ളവരെ മറക്കുന്നതിന് തുല്യമാണ്. അന്നേരം ചിലർ പറയും നിങ്ങൾക്ക് ലാഭം കിട്ടാനാണെന്ന്. അതുകൊണ്ടല്ല, ലാഭത്തെക്കാളും കൂടുതലായിട്ടും മനസ്സിന് സംതൃപ്തിയുള്ള ഒരു കാര്യമുണ്ട്. ഈ ഇന്ന് മാഷാള്ള 72 ബാച്ചിലായിട്ട് ഇത്രയും പേരെ നമ്മൾ നല്ല രീതിയിൽ കൊണ്ട് അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ നമ്മൾ ശ്രദ്ധിക്കണം. ആ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നമ്മൾ ലഞ്ചും കാര്യങ്ങളും അവരുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചു പോകണം. അതുപോലെ തന്നെ ഇന്ന് ഞങ്ങൾക്ക് കുറച്ച് പണിയുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരിത്തിരി കൂടി ഒന്ന് നമ്മുടെ ഇവിടെ കാര്യങ്ങൾ ചെയ്യാനും ഒന്ന് എല്ലാം ഒന്ന് അടുക്കി ചിട്ടി ആക്കാനും ഒന്ന് വൃത്തിയാക്കാനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്നും കൂടെ ഒരു മുറിയും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തെടുത്ത് മെഷീൻസും കാര്യങ്ങളും എല്ലാം കൂടെ വന്നപ്പോഴത്തേക്കും നമുക്ക് എല്ലാം കൂടെ ജാമായി നിൽക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇന്ന് സൺഡേ ആയിട്ട് ഇതേ ഞങ്ങളിവിടെ പണിപ്പുരയില്ല. അപ്പോൾ പണിയെല്ലാം കഴിഞ്ഞ് എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഇനി തൂക്കലും വാരലും വൃത്തിയാക്കലുമായിട്ട് ഞങ്ങൾ വന്നതാണ്. കാരണം നാളെ ഒരു ദിവസത്തേക്ക് നമുക്കിത് വെക്കാൻ പറ്റത്തില്ല. നാളെ ഒരു ദിവസത്തേക്ക് വെച്ചാൽ നമ്മുടെ പണിയും കാര്യങ്ങളും എല്ലാം മുടങ്ങും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞായറാഴ്ചയായിട്ട് ഇനി പോകുന്നതാണ് കേട്ടോ. എല്ലാം എന്തെങ്കിലും നോക്കിയേ, നമ്മുടെ സാധനം വന്നതും എല്ലാം കിടക്കുകയാണ്. അപ്പം നമ്മൾ പണിക്കാരും കൂടെ ആയി നിന്നാലേ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു പോകാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മളെ കൂടെ നിൽക്കുന്നവരാ നമുക്ക് ഞാൻ എങ്ങനെ ആ രീതിയിൽ കൊണ്ടുവന്നത്. ഈ കഴിഞ്ഞ ദിവസവും എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു വയറെങ്ങനെ കുറഞ്ഞെന്ന്. എനിക്ക് ഇതേ നോക്കിയേ, ഇനി എന്ത് കുറയാനാണ് എന്നാണ് ഇപ്പം എനിക്ക് പേഴ്സണൽ മെസ്സേജ് വരുന്നത്. മതി ഡയറ്റ് ഇങ്ങനെ ഇനിയും കണ്ടിന്യൂ ചെയ്ത് പോണാ. ഞാൻ പോകും. കാര്യം എന്നോടൊപ്പം 72 ബാച്ചിൽ ആൾക്കാരുണ്ട്, അവരോടൊപ്പം കൂടെ നിൽക്കണം. അപ്പോൾ അതെ, ഞായറാഴ്ച ആയിട്ട് നമ്മുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് കേട്ടോ.